9 വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിലേറുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ ഭരിക്കുമ്പോൾ വരാനിടയുള്ള അവതാരങ്ങളെക്കുറിച്ച്. അവതാരങ്ങളുടെ ഇടയിൽ പെടരുത് എന്ന മന്ത്രിമാർക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരുപാട് പേർ ചുറ്റിലുമുണ്ടായി. അവരുടെ പ്രതികരണങ്ങൾ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സഖാവ് മാറി ക്യാപ്റ്റനായി. ഒരു ഘട്ടത്തിൽ ഇരട്ടച്ചങ്കൻ എന്ന പ്രയോഗം വന്നു. പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് പോലും പിണറായി വിജയൻ ഐശ്വര്യമാണ് എന്നൊരു വാക്ക് വന്നു. ഐശ്വര്യം എന്ന വാക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നുണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വന്നു. ഒരു അസാമാന്യ മനുഷ്യനാക്കി പിണറായി വിജയനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം അതിജീവിക്കുന്നതിൻ്റെ ഏക കാരണക്കാരനായ കാരണഭൂതൻ എന്ന പാട്ട് ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണെന്ന് തിരുവാതിരയായിരുന്നു. നാളെയും ഒരു തിരുവാതിര പാട്ടായിട്ടാണെന്ന് തോന്നുന്നു. 100 വനിതകളാണ് പാടാൻ പോകുന്നത്. ആ പാട്ടിലെ വരികളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ എവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നൊരു പ്രശ്നം നിൽക്കുന്നു. അദ്ദേഹമാണ് ഭരിക്കുന്നത്, തുടർ ഭരണമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമെന്ത് എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. നല്ല ഭരണമാണ് എങ്കിൽ ഈ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്ന അധിക്ഷേപം എന്ന വാക്ക് ഇന്ന് വാർത്താ സമ്മേളനത്തിലാണല്ലോ പറഞ്ഞത്. അധിക്ഷേപം എന്ന വാക്കും വിമർശനം എന്ന വാക്കും രണ്ടാണ്. വിമർശനങ്ങൾ പിണറായി വിജയന് നേരെ നന്നായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അധിക്ഷേപ പരാമർശങ്ങൾ ഒരുപക്ഷേ കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ചില വാചകങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ അധിക്ഷേപ പരാമർശങ്ങൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ അതേസമയം പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങൾ പല നേതാക്കളും കേട്ടിട്ടുണ്ട്. അത് പരനാറി പ്രയോഗമായാലും നികൃഷ്ടജീവി പ്രയോഗമായാലും കുലംകുത്തി പ്രയോഗമായാലും അതൊക്കെ പഴയ കാലത്തെ പ്രയോഗങ്ങളാണ് എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഏറ്റവും ഒടുവിൽ വിവരദോഷി പ്രയോഗം നമ്മൾ കേട്ടല്ലോ. അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ എപ്പോഴും പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. വിമർശനങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാകാറുണ്ട്. വാർത്താ സമ്മേളനങ്ങളിൽ രൂക്ഷമായ ചോദ്യങ്ങൾ ഉണ്ടായാൽ പൊതുവെ അത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാറില്ല. ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാവം മാറുകയും പ്രതികരണത്തിൻ്റെ സ്വഭാവം മാറുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നേതാക്കളെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ സാധാരണമല്ലേ എന്ന് രാജ്യത്തെ പൊതുസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വെച്ചുകൊണ്ട് വീഡിയോസ് ഉണ്ടാകുന്നുണ്ട്, പാട്ടുണ്ട്, പ്രതികരണങ്ങളുണ്ട്, അതൊക്കെ വൈറലാവാറുണ്ട്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാവിന് അത് പാടുമോ എന്ന് ചോദിക്കുന്നത്. ഇനി അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇനി അങ്ങനെയൊക്കെ ആകാം എന്ന രൂപത്തിലേക്ക് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ നേതാക്കൾ അത് വിശദീകരിച്ചാൽ കൊള്ളാം. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്യത്ത് ആകെ ഭരണത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ആ നിലയ്ക്ക് പ്രശംസനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹം ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്. പക്ഷേ അതേസമയം സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തു നിന്നായാലും മാധ്യമങ്ങളിൽ നിന്നായാലും ജനങ്ങളിൽ നിന്നായാലും വരും. അതിലൊക്കെ എന്തൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. കേന്ദ്രീകൃത ജനാധിപത്യത്തിൽ വ്യക്തിപൂജ നല്ലതല്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതാണ് ശൈലി. മുൻപ് VS-മായി ബന്ധപ്പെട്ട VS-നെ ഒരു ഹീറോ ആയി കൊണ്ട് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് VS പക്ഷവും പിണറായി പക്ഷവും നേരത്തെ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ആ സമയത്ത് നടന്നതാണ്. അപ്പോൾ അന്ന് VS-ൻ്റെ പടം വെച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുവരെ ഇല്ലാത്തൊരു രീതിയായിരുന്നു. അങ്ങനെ ഒരു രീതിയിലേക്ക് അത് പോയി. അന്ന് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യമാണ് CPM-ന് ഇങ്ങനെ ഒരു രീതിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അത് ഒരു ഘട്ടം വന്നപ്പോൾ അത് നിർത്തിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലി കൊണ്ടാണ് അന്ന് VS അച്യുതാനന്ദൻ വലിയ രീതിയിൽ ആരാധിക്കപ്പെട്ടത് എങ്കിൽ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ശൈലി കൊണ്ടാണോ? കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന രൂപത്തിലാണ് പലപ്പോഴും പിണറായി വിജയൻ സർക്കാരും വിമർശിക്കപ്പെടുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു PR സംഘം പ്രവർത്തിക്കുന്നു ഈ സർക്കാരിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി വേറെ രൂപത്തിൽ പ്രവർത്തിക്കാൻ ഒരു വലിയ PR സംഘം തന്നെയുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് ഓരോ രൂപത്തിലും പ്രവർത്തിക്കുന്നത് ചില മാധ്യമ പ്രവർത്തകരുടെ രൂപത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ മാത്രം സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക, അല്ലെങ്കിൽ വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ അവരെ കാണാനേ ഉണ്ടാകില്ല. ചില ഘട്ടങ്ങളിൽ വലിയ രൂപത്തിൽ പ്രതികരിക്കാനായി രംഗത്ത് വരിക. അങ്ങനെ ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണോ, സർക്കാരിനോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സ്തുതിപാഠകരും ഒരു വശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുന്ന ചർച്ചകൾ നടത്തുന്നവരെ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നവർക്കെതിരെയൊക്കെ അതിരൂക്ഷമായി തിരികുകയും അതിൻ്റെ വിമർശന രീതിയൊക്കെ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതൊരു മാസ് അറ്റാക്കായി മാറുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ
കാര്യങ്ങൾ മുഖ്യമന്ത്രി ആ ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ? ഇന്ന് പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നത് അധിക്ഷേപങ്ങൾക്കിടയിൽ ഇടയ്ക്കുള്ള ഈ തരത്തിലുള്ള പുകഴ്ത്തലുമൊക്കെ ആകാം എന്ന് അദ്ദേഹം അത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ആ ആസ്വാദനം തന്നെയാണ് മുമ്പ് തിരുവാതിര പാട്ടിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന പാട്ട് എന്ന് പറയുന്നത് അതിലൊരു കൗതുകമുള്ളത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അത് രണ്ടായി പിരിഞ്ഞു. അത് പാർട്ടി അസോസിയേഷൻ തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. അതിലൊരു വിഭാഗം പിണറായി വിജയനെ അനുകൂലിക്കുന്നു, ഒരു വിഭാഗം നേരെ തിരിച്ചാണ്. അപ്പോൾ പിണറായി വിജയനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ നിന്നാണ് ഈ ഗീതം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എഴുതിയ ആളുടെ പേരടക്കം ഇപ്പോൾ പൂവരണി നമ്പൂതിരി ആണല്ലേ, അത് കാരണഭൂതൻ എഴുതിയ ആണെന്ന് തോന്നുന്നു, പൂവരണി നമ്പൂതിരി. ഇത് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, പൂവത്തൂർ ചിത്രസേനൻ അദ്ദേഹത്തിൻ്റെ പേര്. അതിന് ഈണം നൽകിയിരിക്കുന്ന നിയമവകുപ്പ് ഉദ്യോഗസ്ഥൻ. നല്ല ഈണമൊക്കെയാണ്, കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ തോന്നും. പക്ഷേ അതിലെ വരികളാണ് അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണോ കമ്മ്യൂണിസ്റ്റ് ആശയമാണോ അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഈ പുകഴ്ത്തൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ടാം ഭരണത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോട് തുറന്ന സമീപനമാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു തുറന്ന സമീപനം വിമർശനങ്ങളോടില്ല എന്ന് പറയുമ്പോൾ വിമർശനങ്ങളെ അധിക്ഷേപമായി കാണുമ്പോൾ അപ്പോൾ ഈ തരത്തിലുള്ള സ്തുതിപാഠകരുടെ എണ്ണം കൂടും. ആ സ്തുതിപാഠകർക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ചില കവികളും ഈ തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വരികൾ എഴുതി രംഗത്ത് വന്നിട്ടുണ്ട്. ആ കവികൾക്കൊക്കെ വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടുകയും ചില പ്രത്യേക സ്ഥാനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ചില കവികൾ കവിതയുമായി വന്ന് ആ കവിതകൾക്ക് പല സ്ഥലത്തും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് ഓർമ്മയുണ്ടോ MT മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം ഓർക്കുന്നില്ലേ? അന്ന് EMS ഇത്തരത്തിൽ സ്തുതിപാഠകർക്കൊപ്പം അതിൻ്റെ എന്താ പറയുക ആ പുകഴ്ത്തലുകൾക്ക് നിന്നു കൊടുക്കില്ല എന്നാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്. അതപ്പോൾ MT ആ പ്രസംഗിച്ചത് ഇപ്പോഴത്തെ കാലത്തേതാണോ ഇത് വേറെ പഴയ പ്രസംഗം ഉദ്ധരിച്ചതാണോ എന്നുള്ള വലിയ ചർച്ച അന്ന് നടക്കുകയും MTയെ തന്നെ വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു ആ പ്രസംഗം. അപ്പോൾ MTയെ പോലുള്ളവർക്കും അന്ന് അത് തോന്നി എന്നുള്ളതാണ്. അങ്ങനെ വിമർശിക്കാത്ത, വല്ലപ്പോഴും കാലത്തിലൊരിക്കൽ വിമർശിക്കുന്നവരെ പോലും പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്തുതി പാടുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ വല്ലാതെ എന്താ പറയുക ഭ്രമിച്ചു പോകുന്ന ഒരു ഭരണം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. ഇന്നത്തെ പ്രതികരണം തന്നെ അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കുന്നവരല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും സാധിക്കില്ല. ഇതാണ് സമീപനം എന്ന് മുഖ്യമന്ത്രി പറയും. ആർക്കും നേടാനും സാധിക്കില്ല എന്ന് പറയാൻ നേടിയവരുടെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ആ പേരുകളൊന്നും ഞാൻ പറഞ്ഞ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാത് ഘട്ടങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പറഞ്ഞത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതോ ഒരു ഘടകം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പുകഴ്ത്തിപ്പാടി എന്ന അർത്ഥത്തിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് പരിപാടി ആരാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകമാണോ? അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എംപ്ലോയി അസോസിയേഷനാണ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ്. ആ അസോസിയേഷൻ എന്ന് പറയുന്നത് നേരിട്ട് CPM-മായി ആ രീതിയിൽ സംഘടനാപരമായ ഏതെങ്കിലും തരത്തിൽ ഈ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ല. അത് എഴുതിയവരിൽ ആരെങ്കിലും പാർട്ടി അംഗങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്കതിൻ്റെ വ്യക്തമായ സൂചനയും കിട്ടിയിട്ടില്ല. അപ്പോൾ പാർട്ടിയെ നിങ്ങൾ അതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല, നമ്പർ 1. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് എഴുതിയിരിക്കുന്ന സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആളുകളുടെ പരിപാടിയിൽ നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ പ്രതികരണം എന്താണെന്ന് നമുക്കറിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും വാർത്തകളിലൂടെ കേട്ടു എന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. അങ്ങനെ കേൾക്കുന്ന ഒരു കാര്യത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ നാളെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ ഈ പാട്ടുണ്ടാവാൻ പാടില്ല എന്ന് മുൻവിധിയോട് സമീപിക്കണം. അപ്പോൾ ഡോക്ടർ അരുൺ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പോൾ വാർത്ത അദ്ദേഹം കാണുന്നു, വാർത്തയിൽ വരികളടക്കം മുഴുവനായി സംപ്രേഷണം ചെയ്തവരുണ്ട്. ഒരു മിനിറ്റ് പറയട്ടെ, താങ്കൾ പറഞ്ഞതിനോട് ഞാൻ മറുപടി പറയട്ടെ. താങ്കൾ പറഞ്ഞതിനോട് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. മുഖ്യമന്ത്രി പറയേണ്ടത് ഇതാണ് എന്നല്ല, മുഖ്യമന്ത്രി അങ്ങനെ ഒരു തന്നെ പുകഴ്ത്തുന്ന ഒരു പാട്ടുമായി വന്നിട്ടുണ്ട് എന്ന് ഇന്ന് പത്രത്തിലുണ്ടല്ലോ വാർത്ത. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്നെ പുകഴ്ത്തി എന്നെ ഇരുത്തിക്കൊണ്ട് ഒരു പരിപാടിയിൽ അങ്ങനെ പ്രസംഗിക്കേണ്ട മുഖ്യമന്ത്രി വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്നവരല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാളെ ആ പാട്ട് കേട്ട് മുഖ്യമന്ത്രി അവിടെ ഇരിക്കില്ല. അറിയും നമ്മൾ ഇവിടെ നിന്ന് നാളെ നടക്കാൻ പോകുന്ന അല്ല, ഇത്രയും വാർത്ത വന്നു കഴിഞ്ഞിട്ടും അത് എഴുതിയിരിക്കുന്നത് ആരാണെന്നടക്കം പേരുകൾ വന്നിരിക്കുന്നു, അതിന് ഈണം കൊടുത്ത ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു. പറയട്ടെ നാളെ 100 ഗായകർ അത് പാടാനിരിക്കുന്നു, 100 സ്ത്രീകൾ അത് പാടാനിരിക്കുന്നു എന്ന് അറിയുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഈ പാട്ട് കേട്ടതിന് ശേഷം വേണ്ട നിർത്തും. എന്താ പറയേണ്ടത് മുഖ്യമന്ത്രി? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേരിട്ട് പങ്കെടുക്കാത്ത ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ കുറിച്ച് അവിടെ മോശമായിട്ട് പറയണോ?
ഈ പരിപാടി നാളെ നിങ്ങളുടെ നോക്കൂ, ഇതാണ് നമ്മുടെ പ്രശ്നം. നോക്കൂ, കിട്ടിയ ഒരു അവസരം ഇതാ കിട്ടിപ്പോയി. ആ അവസരത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ വ്യക്തിപൂജയെക്കുറിച്ച് പ്രസംഗിച്ചേക്കാം എന്ന് കരുതുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു സ്വഭാവം ചില ആളുകളിലെങ്കിലും ഉണ്ട്. ഞാൻ സ്മൃതിയുടെ കാര്യമല്ല പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ നോക്കൂ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ ഈ പാട്ട് എഴുതിയത്? അല്ല. കാരണഭൂതൻ എന്ന പാട്ട് എഴുതിയത്? അല്ല. നിങ്ങൾ പല ആളുകളും ആ സ്തുതിപാഠകരോട് നേരിട്ട് സംവദിക്കേണ്ട ആവശ്യമില്ല. ആരാണ് സ്തുതിപാഠകർ? പറയേണ്ട കാര്യമില്ല. ഇതേ ഫോറത്തിൽ ഇരുന്ന് പാർട്ടിയെയും സെക്രട്ടറി ഈ പറയുന്ന സർക്കാരിനെയും ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളിലും വിമർശിച്ചു എന്ന വാർത്ത കൊടുത്തവരല്ലേ നമ്മൾ? സ്തുതിപാഠകരുണ്ടായിട്ടാണോ ലോക്കൽ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സർക്കാരിനെതിരെ നിശ്ചിത വിമർശനമെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? അപ്പോൾ സ്തുതിപാഠകർ മാത്രമുള്ളൊരു പാർട്ടി സംവിധാനമാണോ ഇത്? അതെങ്ങനെ കണക്കാക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു അസോസിയേഷന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ സ്തുതിപാഠകരുണ്ട് എന്ന് വെച്ചാൽ മുഴുവൻ സ്തുതിപാഠകരാണ് എന്ന് പറയുന്നില്ല. ചുറ്റിലും എന്താർത്ഥം? ഒരു കോണി നിൽക്കുന്ന ആളെ നിങ്ങൾ എങ്ങനെ ചുറ്റിലുമാക്കുക? ഓഫീസിലുള്ളവരാണോ? പാർട്ടിയുമായി അവർ പാർട്ടി ബന്ധപ്പെട്ടവരല്ല. പാർട്ടി അതായത് എനിക്കറിയില്ല പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിൽ ഭാരവാഹികളാണ്. ഇവര് സെക്രട്ടേറിയറ്റ് ജീവനക്കാരാണ്. ധനകാര്യ വകുപ്പിലാണ് ഈ പൂവത്തൂർ ചിത്രസേനൻ. അദ്ദേഹമാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ഈണമിട്ടിരിക്കുന്നത് നിയമവകുപ്പിലെ സെക്ഷൻ ഓഫീസർ KS. ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ ഒരേ താളത്തിലുള്ള പാട്ടുകൾ ഉണ്ടാകില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല. ആസ്വദിക്കാൻ ആളുള്ളത് കൊണ്ടാണ് അയാൾക്ക് ആസ്വദിക്കുന്ന മനുഷ്യരെ കുറിച്ചാണോ ഈ പറയുന്നത്? അതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണോ ഈ പറയുന്നത്? ആസ്വദിക്കാൻ ആളുണ്ടെങ്കിൽ ആണ് മുഖ്യമന്ത്രി ഇത് ആസ്വദിക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അതെങ്ങനെയാ താങ്കൾക്ക് പറയാൻ പറ്റും? എന്റെ ബോധ്യം, എന്റെ മനസ്സിലാക്കൽ. അതെ, ആ മനസ്സിലാക്കലിന് ഒരു കാരണം ഉണ്ടാവണമല്ലോ. ഉണ്ടല്ലോ. മുഖ്യമന്ത്രി അങ്ങോട്ട് എന്നെ വിളിക്കൂ എന്ന് പറയണോ? പിന്നെ ആരാ പറഞ്ഞത് ഇരട്ടച്ചങ്കൻ? ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പദപ്രയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉത്തരവാദിത്വപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് പ്രയോഗിച്ചതായിട്ട് അറിയാമോ? എനിക്കറിയാവുന്ന രണ്ടേ സന്ദർഭങ്ങളേ ഉള്ളൂ. വ്യക്തിപൂജയ്ക്ക് സമാനമായ രീതിയിൽ രണ്ട് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രതികരിച്ചത് VN വാസവനാണ്. VN വാസവൻ എന്താ പറഞ്ഞത്? ഐശ്വര്യമാണ് എന്ന് പറഞ്ഞു. അതിനകത്ത് VN വാസവൻ പറഞ്ഞ എക്സാക്ട് വാചകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന് സജി ചെറിയാൻ പിന്നീട് മറുപടിയും പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ യാത്രയിലാണ് പറയുന്നത്, ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് എന്നാണ് VN വാസവൻ പറയുന്നത്. അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് നമ്മളടക്കമുള്ള ആളുകൾ ഇരുന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് അങ്ങനെ പറയാൻ പാടില്ല. സജി ചെറിയാൻ പിന്നീട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അസൂയായതുകൊണ്ട് എല്ലാവരും പ്രാഗയും വിളക്ക് വെള്ളമൊഴിച്ചും ഒക്കെയാണ് ആ പ്രാക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അതും പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പോലെ ഒരു സംഘടന മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടൊരു പാട്ട് എഴുതി കഴിയുമ്പോൾ ചുറ്റുപാടും സ്തുതിപാഠകരാണ് എന്നൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്താൻ ചേരും എന്നുള്ള ന്യായമായ ചോദ്യം ഞാൻ ചോദിച്ചു. ജീവനക്കാരാണ് ഈ സ്തുതിഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകമല്ല എന്നുള്ളൊരു വസ്തുത അവിടെ പാറശാലയും ഇതും തമ്മിൽ വ്യത്യാസം. അവിടെ ഞാൻ ഒരു പരിധി വരെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാര്യം എന്താ, പാർട്ടി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം സ്തുതിപാഠക ഗീതങ്ങൾ പാർട്ടിയുടെ ഒരു ഫോറത്തിലും അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, അതിനുശേഷം കടുത്ത വിമർശനം നേരിട്ടുണ്ട്. കാരണഭൂതന്റെ കാര്യം അങ്ങനെയാ. CPM ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല ആ പരിപാടിയെക്കുറിച്ച് പാർട്ടിയിൽ വിമർശനം ഉയർന്നു. പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോഴാണ് P ജയരാജനുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് PR വർക്കുകളും ഏജന്റുമാരും ഒരുപാട് പേര് വാഴ്ത്തിപ്പാടാനും പൊഴുത്തിപ്പാടാനും ഉണ്ടാവും. അതിനൊന്നും നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്നെ ഇനി ഈ നാട്ടിലാരും വാഴ്ത്തിപ്പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി കുഞ്ഞുഞ്ഞെ എന്ന് വിളിച്ചത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണോ കുഞ്ഞുഞ്ഞെ എന്ന് വിളിച്ചത് ആൾക്കാർ? Meet the editors.